എക്സ്ക്ലൂസീവ് ടാറ്റ IPL സ്റ്റേഡിയത്തിൽ ആവേശഭരിതരായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാണികൾക്ക് മാത്രമല്ല, കടലുകളും കാതങ്ങളും താണ്ടി ക്രിക്കറ്റിനെ ജീവവായുവായി കാണുന്ന ഓരോരോ ആളുകൾക്കും ആവേശഭരിതമായ ഓരോ രാത്രികളും സമ്മാനിക്കുകയാണ്. അങ്ങനെ ആവേശത്തോടുകൂടി ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ വാശിയോടെ ജയത്തിലേക്ക് നയിക്കുന്ന ഒരു പക്ഷം, അതുപോലെ വാശിയോടെ തിരിച്ചടിച്ചുകൊണ്ട് മുന്നേറുന്ന മറ്റൊരു പക്ഷം. അങ്ങനെ ആവേശഭരിതമായ മറ്റൊരു രാത്രി കൂടി ഇന്ന് എത്തി നിൽക്കാൻ പോകുന്നത് ചെപ്പോക്കിലാണ്. കഴിഞ്ഞ 2 മാച്ച് തോൽവി അറിഞ്ഞുകൊണ്ട് സ്വന്തം അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നു ധോണിയും കൂട്ടരും. അവർ നേരിടാൻ പോകുന്നത് തുടർച്ചയായി ഇതുവരെ തോൽവിയൊന്നും അറിയാതെ മുന്നേറുന്ന KKRനെയാണ്. ആവേശകരമായ മറ്റൊരു രാത്രി ചെന്നെത്തി നിൽക്കുന്നത് ചെപ്പോക്കിലാണ്. വെൽക്കം ടു കൂൾ മാച്ച് ഇൻ ദ ലൈവ്. ഞാൻ സിത്താര വിജയൻ, കൂടെയുണ്ട് നമ്മളുടെ സ്വന്തം എക്സ്പേർട്സ് റൈഫി ഗോമസ് ആൻഡ് റോഹൻ പ്രേം. അപ്പൊ രണ്ടുപേരുടെയും വസ്ത്രം സൂചിപ്പിക്കുന്നത് ആർക്കാണ് ഇന്ന് സപ്പോർട്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാലും റൈഫി ചേട്ടാ, KKR ഒട്ടും മോശമല്ല, എല്ലാവരെയും പേടിപ്പിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രീം വളരെ മികച്ച രീതിയിലാണ് അവർ വളരെയധികം പാക്ഡ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് മിച്ചൽ സ്റ്റാർക്ക് വളരെ നന്നായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു, വൈഭവ് അറോറ നന്നായിട്ട് ബോൾ ചെയ്തിരിക്കുന്നു. ഇവർ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മികച്ച ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് KKR. അപ്പോൾ ചെന്നൈ നല്ല രീതിയിൽ കരുതിയിരിക്കണം എന്നുറപ്പാണ്. എങ്കിലും ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേൽக்கிறേൻ രോഹൻ. തീർച്ചയായും തന്നെയാണ്. എനിക്ക് തോന്നുന്നു CSK കഴിഞ്ഞ ആ ഒരു മത്സരം ഋതുരാജ് ഗെയ്ക്വാഡിനെ പോലുള്ള ക്യാപ്റ്റന് നല്ലൊരു സ്റ്റാർട്ട്, ഒരു 20 കിട്ടുന്നതിൽ കൂടി അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് അപ്പോൾ CSK മൊത്തത്തിൽ ഒന്ന് പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെ സുനിൽ നരേൻ ആൻഡ് രഘുവൻഷി ആ ഒരു കോമ്പിനേഷനും കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി അന്ന് അവരുടെ രണ്ടുപേരുടെ ഒരു പാർട്ണർഷിപ്പാണ് ഗെയിം കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചത്. കാരണം സുനിൽ നാരായൺ ഒരിടയിൽ സമയമാണ് കിട്ടുന്നത്, ഒരുപാട് സമയം കിട്ടുന്ന ഒരു ക്രിക്കറ്ററാണ്, ഒരു യങ്സ്റ്റർ. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഇന്നിങ്സുകൾ, മികച്ച ഇന്നിങ്സുകളാണ് രഘുവൻഷിയിൽ നിന്ന് കാണാതിരിക്കുന്നത്. തുടക്കം അവിടെ ഗംഭീരമാകുമ്പോൾ ഡെത്ത് ഓവേഴ്സിൽ കരുതിയിരിക്കേണ്ട 2 പേരുണ്ട്, റാണ ആൻഡ് റസൽ. ഉറപ്പായിട്ടും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു സ്ട്രെങ്ത്തും അത് തന്നെ, റസലിനുള്ള നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചു. ഇനി വരും മത്സരങ്ങൾ നമുക്ക് റസലിൻ്റെയും അതോടൊപ്പം തന്നെ റിങ്കു സിംഗിൻ്റെയും ഗംഭീരമായ നോക്ക് നമുക്ക് കാണാം. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. KKR വളരെ ശക്തമായിട്ട് കാണുന്നവർക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്കും ഭീഷണിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ CSKയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ വളരെ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു അവർക്ക് ലഭിച്ചത്. നല്ല തുടക്കമാണ് ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ 2 മാച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ബാറ്റിങ്ങിലും അവർ പവർ പ്ലേയിൽ കുറച്ചൊന്ന് പരുങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതാണ് CSKയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം മിഡിൽ ഓവേഴ്സിൽ അവിടെ ബാറ്റ് ചെയ്യാനും ദുബൈയൊക്കെ വളരെ ഫോമിൽ നിൽക്കുകയാണ്, ധോണി ഫിനിഷ് ചെയ്യാനൊക്കെ. മാച്ച് ഏറ്റവും കൂടുതൽ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നുന്നു പവർ പ്ലേയിൽ ബോളിങ്ങും ബാറ്റിങ്ങും. അത് തീർച്ചയായിട്ടും ഇന്ന് തിരിച്ച് ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അത് ഒരു ഇമ്പാക്റ്റോടെ തിരിച്ചു വരാൻ തന്നെയായിരിക്കും CSK നോക്കുന്നത്. അതെ, അങ്ങനെ 2 മാച്ച് ഒന്ന് തോറ്റത് കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും CSK അങ്ങനെ വിലയിരുത്താനാവില്ല. ബൗൺസ് ബാക്ക് ചെയ്ത ഒരു ചരിത്രം തന്നെയാണ് CSKയ്ക്ക് ഉള്ളത്. ഇന്നൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വന്തം ഹോം ഗ്രൗണ്ട്. ആ ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഇന്ന് ഉണ്ടാവില്ലേ CSK? കോട്ടയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണ്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ ആ 2 മാച്ച് വിചാരിച്ച പോലെ CSKയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഹോം അഡ്വാൻറ്റേജ് ഇത്ര വർഷങ്ങളായിട്ട് അവിടെ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹോം അഡ്വാൻറ്റേജ് കണ്ടീഷനും വളരെ നന്നായിട്ട് അറിയാം. അവിടുത്തെ ബാറ്റേഴ്സ് ആണെങ്കിലും സ്പിന്നേഴ്സിനാണെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സിനും എങ്ങനെയാണ് കൃത്യമായിട്ട് അവിടെ ആ ഒരു ഹോം അഡ്വാൻറ്റേജ് കൊണ്ടുവരേണ്ടതെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഇന്ന് നമുക്ക് മികച്ച ഒരു മാച്ച് കാണാമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മികച്ചൊരു മാച്ച് കാണണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അവിടെ KKR കഴിഞ്ഞ തവണ പോയി ജയിച്ചു വന്ന ആൾക്കാരാണ്. ഇത്തവണ എന്തായിരിക്കും നടക്കുക? തീർച്ചയായും നമുക്കറിയാം KKRൻ്റെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഓണറി ടീം നല്ല രീതിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എക്സ്ട്രാ ഓണറി ആയിട്ട് ചെയ്യുന്നത് എളുപ്പമാവില്ല. കാരണം പ്രത്യേകിച്ചും അവരുടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ലൈനപ്പ് തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. നേരത്തെ സൂചിച്ച പോലെ ബൗളിങ്ങും ബാറ്റിങ്ങും ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും ആണെങ്കിൽ കൂടി മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു വിക്ടറി, KKRൻ്റെ വിക്ടറി കൂടാതെ ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു ഫോം തീർച്ചയായിട്ടും അതൊരു ഡ്രീം റണ്ണിലാണ് നിൽക്കുന്നത്. അവർ ആ ഒരു അൺബീറ്റബിൾ ആയിട്ടുള്ള ആ വിക്ടറിയും ഇപ്പോഴത്തെ ആ ഒരു വിജയങ്ങളും ഒരു നല്ലൊരു കോൺഫിഡൻസ് ലെവലിലാണ് KKR നിർത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യെല്ലോ ടച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല ഇന്ന്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെ, വെല്ലുവിളിയുമായിട്ടാണ് KKR വന്നിട്ടുള്ളത്. അവിടെ സുനിൽ നരേൻ വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഇന്നുണ്ടാവും. അയാളുടെ ബാറ്റിംഗ് വിസ്ഫോടനങ്ങളിലാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വീരന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കാണാം. എന്നാൽ പവർ പ്ലേയില് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന സുനിൽ നരേനെ എതിരിടാനായിട്ട് സാധിക്കുമോ?
സാധിക്കണം എങ്കിൽ മാത്രമേ അവരെ പിടിച്ചു കെട്ടാൻ സാധിക്കുള്ളൂ. കാരണം സുനിൽ നാരായണന് കംപ്ലീറ്റ് ലൈസൻസ് ആണ് ടീം മാനേജറിന്റെ നേട്ടം. അതും ആവറേജ് വളരെ ലോ ആണ്. അതാണ് CSKക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും അവർ പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും വരാൻ പോകുന്നത് നാരായണെതിരെ. അതുപോലെ CSKക്ക് അവിടെ രച്ചിൻ ഉണ്ട്. അദ്ദേഹം കൂടി ശ്രമിക്കുകയാണെങ്കിൽ CSKക്ക് ഒരു ചാൻസ് ഇല്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ നേരത്തെ സൂചിച്ച പോലെ ആ ഒരു തുടക്കം തന്നെയാണ് CS കളിക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് ഡ്യൂ ആണ്. പ്രത്യേകിച്ചും പൃഥ്വിരാജ് ഗേക്വാഡ് എന്ന ഒരു ബാറ്റർ അത്ര ഫോമിലുള്ള ഒരു 20 അടിക്കുന്നതിൽ കൂടി അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് റേറ്റ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ലെഫ്റ്റ് ഹാൻഡർ രാജിൻ രവീന്ദ്രയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ആകുലിക്കുന്ന ഒരു വിക്കറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള സ്പിന്നേഴ്സിനെയും കൂടെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് രാജിൻ രവീന്ദ്ര. നമുക്ക് നല്ലൊരു ഗെയിം തന്നെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെ ആര് കളിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശിവം ഡൂബെ അദ്ദേഹത്തിൽ നിന്നാണ്. എന്താണ് പറഞ്ഞത്? യെസ്, ശിവം ദുബെ നിങ്ങളുടെ റോള് ഇതാണ്, അത് കൃത്യമായിട്ട് ചെയ്തു. അത് മികച്ച രീതിയിലാണ് ശിവം ദുബെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ശിവൻ ദുബെ എറിഞ്ഞിടാൻ കെൽപ്പുള്ള KKRന്റെ ആ ഒരു സ്പിൻ ഡുവോ ഉണ്ട്, ചക്രവർത്തി ആൻഡ് നരൈൻ. ഇവരെ ഒന്ന് നോക്കി വെച്ചേക്കാല്ലേ? ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഞാൻ നേരത്തെ റേഫി ദുബൈയെക്കുറിച്ച് പറയുമ്പോഴും ആ ഒരു KKRനെ സംബന്ധിച്ചും ആ ഒരു കിട്ടുന്നത് തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും നരേനെ പോലുള്ള ഒരു ഫോമിലാണ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി കഴിഞ്ഞ ഒരു മാച്ച് നോക്കിയാൽ അദ്ദേഹം നല്ല രീതിയിലുള്ള ഫോമിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ദുബൈയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം ആ ഒരു മിഡിൽ ഓവേഴ്സ് കളിക്കുന്ന രീതി, അദ്ദേഹം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ KKRും നോക്കുന്നത് ദുബൈയെ എങ്ങനെ പിടിക്കാമെന്ന് തന്നെയായിരിക്കാം. കാരണം അവരുടെ ഒരു സ്ട്രെങ്ത്തും പ്രത്യേകിച്ചും ചെപ്പോക്കിൽ സ്പിന്നറിനെ കൊണ്ടുവന്ന് വിക്കറ്റുകൾ എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പോരാട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പരിക്ക് മാറി വരുന്ന ആ ഒരു മതീഷ പതിരണ, അദ്ദേഹത്തിന് സാധിക്കുമോ റിങ്കു ആൻഡ് റസൽ ആ ഒരു കൂട്ടായ്മ തകർക്കാൻ? അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ഗൈക്വാഡും ധോണിയും അതിങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു വിക്കറ്റുകൾ എടുത്ത് ബുംറയെ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ പരിക്ക് മാറി വരട്ടെ എന്ന് തന്നെയായിരിക്കും CSK ടീമും ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇമ്പാക്റ്റാണ്. കഴിഞ്ഞ മാച്ച് അദ്ദേഹം ഇല്ലാത്തപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടിരുന്നു. ഫിനിഷർമാരുടെ കാര്യം പറയുമ്പോൾ കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹം ഇന്ന് കളി വയ്ക്കാൻ ഇറങ്ങുന്ന കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? നമ്മളും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറ്റും, എന്തായിരിക്കും റോഹ ഇന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കാൻ പോകുന്നത്? എനിക്ക് ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഫി അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം. കാരണം അദ്ദേഹം വളരെ ഫിറ്റായിട്ട് ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 1-2 മാച്ചുകൾ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു, നല്ല വലിയ വലിയ സിക്സുകൾ അടിക്കുന്നു. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ CSKക്ക് ഈ 160 എന്നുള്ളത് 200-ലേക്കൊക്കെ എത്താൻ പറ്റും. കാരണം വേറെ ആരുമല്ല, MS ധോണി തന്നെ. വരുമ്പോൾ തന്നെ ഒരു 20 റൺ കിട്ടും, പിന്നെ കളിക്കുമ്പോൾ ഒരു 20 റൺ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ആരുമില്ല. നമ്മളും കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു കിടിലൻ മാച്ച് കാണാൻ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ റൈഫി ചേട്ടൻ, നമ്മൾക്ക് പോയിന്റ്സ് ടേബിൾ നോക്കുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് നടക്കാൻ പോകുന്നത്. KKRനെ സംബന്ധിച്ചിടത്തോളം രീതിയാണ് ഏകദേശം ടൂർണമെന്റ് പകുതി സ്റ്റേജിലേക്ക് എത്താറായി. അപ്പോൾ ഇനി പതുക്കെ ആ കുറച്ച് വിങ്സ് ഒക്കെ കൊണ്ടുവന്ന് ആ 4ാം സ്ഥാനത്ത് നിന്ന് പതുക്കെ 3-2 അങ്ങനെ വരാം. ചെന്നൈയുടെ ഒരു രീതി അങ്ങനെയാണ്, അവസാനം പീക്ക് ചെയ്ത് വരാമെന്നുള്ളതാണ്. പക്ഷേ KKR തീർച്ചയായിട്ടും ആ ഒരിക്കും വരുന്നത്. കാരണം ഞങ്ങളാണ് ഇത്തവണ ഈ ടൂർണമെന്റ് ഡോമിനേറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തന്നെയായിരിക്കും KKR വരാൻ പോകുന്നത്. ഇതൊക്കെയും കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. 5 തവണ ചാമ്പ്യന്മാരായ CSKയോടാണ് 2 തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. കിടിലൻ ഫോമിലുള്ള 2 ടീമുകൾ, ത്രില്ലിംഗ് ഗെയിം ആയിരിക്കും നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള വിശേഷം നമുക്കിനി കമന്ററി ബോക്സ്